102 MLA-മാരാണ്. 102 MLA-മാരാണ് BJPയും അവരുടെ സഖ്യകക്ഷികളും കൂടി. ഒരൊറ്റ മുസ്ലിം MLA ഇല്ല, ഹിന്ദു MLA-മാരാണ് കൂടുതൽ. അതേസമയം ഒപ്പോസിഷനിൽ പിന്നെ ജയിച്ച കോൺഗ്രസിൻ്റെ 19 MLA-മാരിൽ 18 പേരും മുസ്ലിങ്ങളാണ്. അപ്പോൾ അതുകൂടാതെ ഘടകകക്ഷികളും കൂടുമ്പോൾ 22 MLA-മാർ, അതായത് 23 പിന്നെ ഒപ്പോസിഷൻ MLA-മാർ, പ്രതിപക്ഷ MLA-മാരിൽ 22 പേരും മുസ്ലിങ്ങളാണ്. ഭരണപക്ഷത്ത് മുഴുവൻ ഹിന്ദു MLA-മാരാണ്. ഇതാണിപ്പോൾ അവിടുത്തെ സഭയിലെ അവസ്ഥ. എന്തുമാത്രം വലിയ വിഭജനത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വിഭജനം അതിലേക്ക് എത്തി. നമുക്ക് പറയാൻ തന്നെ നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ ലജ്ജ തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അത് സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന അങ്ങേയറ്റം വർഗീയവാദിയും ഫാസിസ്റ്റുമായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, 35 രൂപ ചോദിക്കുന്ന പിന്നെ മിയാ മുസ്ലിമിന് 10 രൂപ കൊടുത്തിട്ട് അവനെ പുറത്താക്കുക, അവന് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അതിൽ കയറാതിരിക്കുക, അവരെ ഇവിടുന്ന് പുറത്താക്കുക, അവരെ നിർബന്ധിച്ച് അവരെ ഇവിടുന്ന് ഇല്ലാതാക്കുക എന്ന എക്സ്റ്റോർഷൻസ് ഒക്കെ നടത്തിയ ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3-4 സംസ്ഥാനങ്ങൾ ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു നെരിപ്പോട് പോലെ ആകാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ ഒരു ഓവർ പിന്നെ എന്താ പറയുക എക്സാജറേഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് നടപ്പാക്കാൻ പോവുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു വെല്ലുവിളിയായി മാറാൻ പോകുന്ന നാളുകളാണ് ഈ നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗങ്ങളും ഈസ്റ്റേൺ സൈഡും ഒക്കെ കാണാൻ പോകുന്നു.